ഈശ്വരായി സ്നേഹമുള്ള യോസേഫ് പിതാവ് സ്വപ്നത്താൽ നയിക്കപ്പെട്ട വ്യക്തിയാണ്. മനുഷ്യർക്കെല്ലാം സ്വപ്നങ്ങളുണ്ട്. ജീവിതത്തെ പറ്റിയുള്ള സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ മനുഷ്യർക്കുണ്ട്. എന്നാൽ ഇവിടെ യോസേഫ് പിതാവ് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം ദൈവത്തിന്റെ ദർശനം സ്വപ്നത്തിൽ ലഭിച്ചതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച വ്യക്തിയാണ്. രണ്ട് പള്ളികളിൽ ചെന്നപ്പോൾ ഇവിടെ ഉറങ്ങുന്ന യോസേഫ് പിതാവിനെ കണ്ടു. ഞാൻ വിചാരിച്ചതായി ഉറങ്ങുന്ന യോസേഫ് പിതാവ്. സാധാരണ നമ്മൾ രൂപങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അത് ഉറങ്ങുന്നതല്ല, നിദ്രയിലുള്ള രൂപങ്ങളല്ല വെക്കാറുള്ളത്. നിദ്രയിൽ ഇസ്രായേൽ ചെല്ലുമ്പോൾ 3 പേർ ഉറങ്ങുന്നത് കാണാം. അങ്ങനെ ഇപ്പൊ യേശു ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന രംഗാണ്. ആ സ്ഥലത്താണ് വെച്ചിട്ട് അപ്പം 3 പേര് ശിഷ്യന്മാർ 3 പേരെ കൂട്ടിക്കൊണ്ടാണ് പോയത്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഇപ്പോൾ യേശുവിന്റെ പ്രത്യേകമായിട്ട് നിമിഷങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയ 3 ശിഷ്യന്മാരവര്. അപ്പോൾ അവരുടെ പ്രതിമ ഇവിടെ കൊടുത്തിരിക്കുന്ന 3 പേര് ഓരോ സ്ഥലത്തിരുന്ന് ഉറങ്ങുക. പലപ്പോഴും നമ്മളും നിദ്രയിലായി പോകാറുണ്ട്. ദേവാലയത്തിലായിരിക്കുമ്പോൾ അത് ഒരുപക്ഷെ ദൈവത്തോടുള്ള ഐക്യത്തിന്റെ ലക്ഷണമായിരിക്കും നിദ്ര. ഏതായാലും അങ്ങനെ ഉറങ്ങുന്ന യോസേഫ് പിതാവ്. പിന്നെ അതേപ്പറ്റി ചിന്തിച്ചപ്പോൾ യോസേഫ് പിതാവിന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ യോസേഫ് പിതാവിന് സ്വപ്നത്തിൽ കിട്ടിയ ദൈവിക അരുളപ്പാടനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഉറക്കം, ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചത് ഉറക്കത്തിലാണ്, നിദ്രയിലാണ്, സ്വപ്നത്തിലാണ്. അങ്ങനെ അതുകൊണ്ടാണ് യോസേഫ് പിതാവ്, ഉറങ്ങുന്ന യോസേഫ് പിതാവിനെ നമ്മൾ ദേവാലയത്തിൽ ചില ദേവാലയങ്ങളിൽ ചുരുക്കമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ആ ദൈവിക ദർശനത്തെ സൂചിപ്പിക്കാൻ ദൈവത്തിന് ഉറക്കത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച മഹാനായ യോസേഫ് പിതാവിനെ, വിശുദ്ധനായ യോസേഫ് പിതാവിനെ, നീതിമാനായ യോസേഫ് പിതാവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. യേശുവിന്റെ വംശാവലിയെ പറ്റി പറയുമ്പോൾ അവിടെ ജോസഫിന്റെ കാര്യവും വരുന്നത്. വന്ന വംശാവലി ആദം മുതൽ വന്നിട്ട് ജോസഫിലാണ്. അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നുണ്ട് മറിയത്തിൽ നിന്ന് ജനിച്ചെന്നാണ്. മത്തായിയുടെ സുവിശേഷത്തില് വംശാവലി യോസഫിൻ്റെതാണെങ്കിലും ജോസഫുമായിട്ട് വിവാഹം കഴിച്ചിരുന്ന മറിയത്തിൽ നിന്നും രക്ഷകനായി യേശു പൂജാതനായി. അതാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ വചനത്തില് യോസേഫ് പിതാവിന് കിട്ടിയ സ്വപ്നത്തെ പറ്റി പറയുന്നു. അവിടെ വിശദീകരിക്കുകയാണ്. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട യോസേഫ് പിതാവിനോട് പറഞ്ഞ രംഗം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഗർഭം തെറ്റിയത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അപ്പോൾ അങ്ങനെ ദൈവികമായ അരുളപ്പാട് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധ മറിയത്തെ സ്വീകരിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിന് സംരക്ഷണം നൽകിയ വലിയ വിശുദ്ധനാണ് യോസേഫ് പിതാവ്. ആ യോസേഫ് പിതാവിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 24-ാം അധ്യായം 50 മുതലുള്ള വചന 60 വരെങ്കിൽ ദൈവിക പദ്ധതി പ്രകാരം ഇസ്ഹാക്ക് റെബേക്കയെ സ്വീകരിക്കുക. ഭൃത്യനെയാണ് പറഞ്ഞയക്കുന്നത്. ഇബ്രാഹിം സ്വന്തം നാട്ടിലേക്ക് ഭൃത്യനെ പറഞ്ഞയക്കുകയാണ്. അവിടെ നിന്നാണ് റെബേക്കയെ ലഭിക്കുന്നത്. അപ്പൊ അവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ മനുഷ്യനോട് കൂടി പോകാൻ, ഈ മനുഷ്യൻ ഭർത്താവല്ല, ഭൃത്യനാണ്, തോഴിയെ കുട്ടിയാ വരുന്നത്, തയ്യാറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിത്തിന്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയാകാനായിട്ട് സമ്മതമാണ് ചോദിക്കുന്നത്. ഓരോ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴിങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇത് പള്ളിയിൽ വെച്ചുകൊണ്ട് അതിന് മുമ്പ് ചോദിക്കാറുണ്ട്, ചെറുക്കനും പെണ്ണും ഇനി
അവർ ഓൺലൈനാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, കാരണന്മാർക്ക് വളരെ എളുപ്പമാണ്, ചോദിക്കേണ്ട. അവർ ലൈനായതുകൊണ്ട് അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ആ കല്യാണം ഒന്ന് നടത്തി കിട്ടിയാൽ മതി. അപ്പോൾ അവരുടെ ഒത്തുകല്യാണം കടന്നു വളരെ സന്തോഷത്തിലായിരിക്കാം. വർഷങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കുകയുണ്ടായി, ഒരു 8 കൊല്ലം ഓൺലൈനായിട്ട് സ്നേഹിച്ച് കഴിഞ്ഞിരുന്ന ഒരുവിനെ വിവാഹിതരായി. 8 കൊല്ലം പ്രേമിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികൾ കല്യാണം കഴിഞ്ഞ് അധികം ദിവസങ്ങൾ കഴിയാതെ കാലഘട്ടത്തിൽ മരിച്ചു. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതാണ്. കാരണം ഒരു കാലഘട്ടത്തിന്റെ രൂപത്തിൽ അവരുടെ ജീവിതത്തിന് സ്നേഹബന്ധത്തിന് പെട്ടെന്ന് കടിഞ്ഞാൻ വീണു. ആ സംഭവമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോയില്ല. കാരണം അപകടത്തിന്റെ രൂപത്തിൽ അതെല്ലാം തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്നിട്ട് റബേക്കാതിന്റെ മുമ്പിൽ നിൽക്കുന്ന അവളെ കൊണ്ടുപോയിക്കൊള്ളുക, അവർക്ക് സമ്മതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ യാത്ര ചെയ്തങ്ങ് പോവുകയാണ് ഒട്ടകത്തിന്റെ പുറത്ത്. അപ്പോൾ അബ്രാഹത്തിന്റെ നാട്ടിനോട്, അബ്രാഹം താമസ സ്ഥലത്തോട് അടുത്തപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അതാണ് ചെറുപ്പക്കാരനെ കണ്ടു. അപ്പോൾ ചെറുപ്പക്കാരനെ കണ്ടപ്പം കൃത്യയോട് ചോദിക്കുകയാണ്, ഇയാൾ ആരാണ്? അപ്പോൾ പറഞ്ഞു, അത് ഇസഹാക്കാണ്, അയാളാണ് നിന്റെ ആള്. ഏതായാലും ഇസഹാക്ക് ഇപ്പോൾ അവള് തലയിൽ മുണ്ടെല്ലാം വളരെ ഉപചാരപൂർവ്വം മുണ്ടൊക്കെ തലയിൽ വലിച്ചിട്ട് അവർക്ക് ചില നാണമൊക്കെ വന്ന് വിവരണം നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഏതായാലും അവളുടെ യജമാനെയാണ് അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെയാണ് ഇസ്ഹാക്കിനെ കണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് അടുക്കാറായപ്പോഴാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതെല്ലാം വിവരിക്കുന്നുണ്ട്. നമ്മളത് വായിച്ച് മനസ്സിലാക്കി. കർത്താവ് തിരുവുള്ളമായതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചാണ് പിതാവായ ബെത്തുവേൽ അവളെ മകളെ പറഞ്ഞയക്കുന്നത്. ഇനിയും ശാമുവേലിന്റെ പുസ്തകം 1 ശാമുവേൽ 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങളില് ശാമുവേലിന്റെ ജനനത്തിലുള്ള ദൈവിക ഇടപെടൽ കാണുകയാണ്. ഈ ബാലനായ ശാമുവേല് ഇപ്പോൾ അത് പ്രാർത്ഥിച്ചു കിട്ടിയതാണ്. അന്ന പെന്നീന അന്നയ്ക്ക പിള്ളേരില്ലാതെ അവൾ ദൈവത്തിന്റെ മുമ്പിൽ സങ്കടത്തോടുകൂടി പ്രാർത്ഥിച്ച് അവൾക്ക് കിട്ടിയ മകനാണ് ശമൂവേല്. അപ്പോൾ അവിടെ പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ലഹരിയിൽ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഭാഗമുണ്ട്. അവൾ പറഞ്ഞു, ഞാൻ ലഹരിയിലൊന്നുമല്ല, എനിക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ ബാലനായ ശാമുവേലിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു എന്നാണ്. ഈശോയെ പറ്റി പറയുന്നത് പോലെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിൽ വളർന്നു ശാമുവേലിനെ പറ്റി പറയുന്നുണ്ട്. ഈശോയെ പറ്റി പറയുന്നത്, ബാലനായ ഈശോയെ പറ്റി പറയുന്നത് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ അവൻ സംപ്രീതിയിൽ വളർന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയുടെ വളർച്ചയെ പറ്റി പറയുന്നത്. എഫേസ്യർക്കുള്ള ലേഖനം 5-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനങ്ങൾ പറയുന്നു, പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുകയും. ഈ പ്രകാശവുമുണ്ട്, അന്ധകാരമുണ്ട്. ഈ പ്രകാശം എന്ന് പറഞ്ഞാലും നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ് പ്രകാശം എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാലും നമ്മൾ നന്മയിൽ വ്യാപരിക്കുക എന്നുള്ളതാണ്. അന്ധകാരം, തിന്മ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഭാഷയിൽ അന്ധകാരം, പ്രകാശം. നമ്മൾ പ്രകാശത്തിന്റെ മക്കളാണ്, പ്രകാശത്തിൽ ചരിക്കേണ്ടവരാണ്, നന്മയിൽ കഴിയേണ്ടവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രകാശത്തിന്റെ ഫലം നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ എഫേസ്യർക്കുള്ള ലേഖനം പറയാണ്, പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുന്നു. പൗലോസ്ലീഹായെ അനുസ്മരിപ്പിക്കുക. രണ്ടാമതായിട്ട് പ്രകാശത്തിന്റെ ഫലം എന്താണ് എന്ന് പറയുന്നുണ്ട്. നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. യോസേപ്പിതാവിനെ നീതിമാൻ എന്ന് വിളിക്കാറുണ്ട്. യോസേപ്പ് നീതിമാൻ, ദ ജസ്റ്റ് മാൻ.
എന്തുകൊണ്ടാണ്? നീതിയോടുകൂടി പരിശുദ്ധ അമ്മയോട് വർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അന്നത്തെ നിയമമനുസരിച്ച് യോസേഫ് പിതാവിന് ഭാര്യയായ പരിശുദ്ധ മറിയത്തെ ഉപേക്ഷിക്കാമായിരുന്നു. ഇന്നത്തെ നിയമം മോശയുടെ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞ് പറയണം. അപ്പൊ അതുകൊണ്ട് വിശുദ്ധത്തിൽ പറയുന്ന യോസേഫ് പിതാവ് നീതിമാനാകയാലും അവളെ ഉപേക്ഷിക്കാൻ മനസ്സില്ലായകയാലും രഹസ്യത്തിൽ അവളോട് അനീതി ചെയ്യാനായിട്ട് മനസ്സില്ലാത്തതുകൊണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായി. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചതുപോലെ ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, ശങ്കയൊന്നും വേണ്ട. അവൾ ഗർഭം ധരിച്ച പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിന്, എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നീതിയോടുകൂടി വർത്തിച്ച യോസേഫ് പിതാവ്, അതാണ് യോസേഫ് പിതാവിനെ ഉറങ്ങുന്ന യോസേഫ് പിതാവ്. യോസേഫ് പിതാവ് ഉറക്കത്തിൽ കിട്ടിയ സന്ദേശമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച യോസേഫ് പിതാവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകത്തില് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ പറ്റി പറയുന്നുണ്ട്. ഭൂമി രൂപരഹിതമായിരുന്നു, ദൈവത്തിന്റെ അരുവി ജലത്തിൽ പ്രവർത്തിച്ചു. അങ്ങനെ നിയതമായ രൂപമില്ലാതിരുന്ന ഭൂമിക്ക് നിയതമായ രൂപം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ പറ്റി പറയുന്നത്. അങ്ങനെയാണ് പ്രപഞ്ചം, അതുപോലെ ദൈവം ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ ഇതിലുള്ള എല്ലാത്തിന്റെയും ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുക. അതുപോലെ വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളുടെ വെളിച്ചത്തിൽ യേശു മാനുഷ്യ പിതാവിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൽ നിന്നാണ് ജനിച്ചത്. അതാണ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. യഹൂദാചാരപ്രകാരം വിവാഹത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വിവാഹം നിശ്ചയമുണ്ട്. നിശ്ചയിക്കുകയാണ് സാധാരണ. ഇന്ന് ഇഷ്ടപ്പെടുന്നവർ അവർ പരിചയപ്പെട്ടങ്ങ നിശ്ചയിക്കുന്നുണ്ട്. അതല്ലാതെ സാധാരണ രീതിയിൽ ആലോചിച്ച് നടത്തുന്ന വിവാഹമാണെങ്കിൽ മാതാപിതാക്കളുടെ അറിവോടുകൂടി ചെറുക്കൻ്റെയും മനസ്സ് പെണ്ണിൻ്റെയൊക്കെ മനസ്സ് ചോദിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ആദ്യം ചോദിക്കും. അതിന് പള്ളിയിലേക്ക് വരിക. ഈ പള്ളിയിലേക്ക് വരുമ്പോൾ വിവാഹ ഒത്തുകല്യാണമെന്ന് പറയും, അത് മനസ്സമ്മതം എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരുടെ സമ്മതം ചോദിച്ചറിയുക. ചിലരൊക്കെ വായിൽ വെച്ചൊക്കെ പറയാറുണ്ട്. ഞാൻ പറയുന്നത് ഉറക്കെ പറയേണ്ടതാണ്. ഉറക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ പറയും, ഇല്ലെങ്കിൽ വായിൽ വെച്ച് നമുക്കൊന്നും മനസ്സിലാകില്ല. ഇപ്പോൾ കൊട്ടി കാണിക്കുന്ന പോലെയൊക്കെ ചുണ്ടുകൊണ്ട് പുതിയ തലമുറ കൊട്ടി കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഔദ്യോഗികമായിട്ട് അച്ഛൻ കേൾക്കേണ്ടതാണ്, സാക്ഷികൾ കേൾക്കേണ്ടതാണ്. അല്ലാതെ എങ്ങനെയാണ് ഇത് രേഖപ്പെടുത്തുന്നത്? അവർക്ക് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് ഇഷ്ടമാകുന്നു. അപ്പൊ അത് ഉറക്കെ അച്ഛന് കേൾക്കത്തക്ക രീതിയിലാണ് പറയേണ്ടത്, അല്ലാതെ കൊട്ടി കാണിക്കാനല്ല വഴിയിലേക്ക് വരുന്നത്. അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ടിട്ടാ കിട്ടുന്നത്. അപ്പൊ ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കെട്ടാനായിട്ട് എനിക്ക് മനസ്സുണ്ട്, എൻ്റെ ജീവിതകാലം മുഴുവനും സഖിയായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ മനുഷ്യനെ, ഈ പുരുഷനെ എനിക്ക് ഇഷ്ടമാണ്, അവൻ്റെ കൂടെ ജീവിത പങ്കാളിയായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. മാനി സമ്മതം പറയുന്നത് അത് കൊട്ടി കാണിച്ചിട്ടുള്ള കാര്യമുണ്ടോ? അത് ഉറക്കെ പറയണം, ഇവിടെയുള്ള എല്ലാവരും കേൾക്ക പറയണം. എനിക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടം ജീവിതത്തിന്റെ അവസാനം വരെയും പാലിക്കേണ്ട ചുമതലയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ദാമ്പത്യ ജീവിതം കുറച്ച് കഴിയുമ്പോൾ തല്ലി പറിച്ചു കളയാതെ, ശത്രുവായിട്ട് കണക്കാക്കാതെ, നിങ്ങളിൽ മിക്കവാറും എല്ലാവരും തന്നെ നല്ല മനുഷ്യരാണ്. നിങ്ങളൊക്കെ നല്ല കുടുംബജീവിതം കഴിക്കുന്നവരും ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആദരിക്കുന്നവരും മക്കളെ വളർത്തുന്നവരൊക്കെയാണ് നിങ്ങളൊക്കെ ഞാൻ അനുമോദിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളൊക്കെ ജീവിച്ചു പോയ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു വിളിയാണ് ഓരോ പുതിയ കുടുംബത്തിനുമുള്ളത്. ഒരു പരീക്ഷണമല്ല. പണ്ട് ഒരു ചെറുക്കന് ഒരു MBA-ക്കാരന് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷം മുമ്പ്, അപ്പൊ അവനെ നമസ്കാരത്തിന് വിളിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇതൊരു പരീക്ഷണമാണ് പറഞ്ഞു. 20 കൊല്ലം മുമ്പ്, 25 കൊല്ലം മുമ്പ്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും പരീക്ഷണം എന്ന്. ഈ ലാബിൽ പരീക്ഷണമൊക്കെ ഉണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം
കല്യാണമൊക്കെ കഴിച്ച് തല്ലിപ്പിരിയുന്നത്. അന്ന് അങ്ങനെയൊന്നും ഇല്ല, അധികം തല്ലിപ്പിരിച്ചതൊന്നുമില്ല. ഇപ്പം തല്ലിപ്പിരിയുന്നവരും മോചനം നേടുന്നവരും കോടതിയിലേക്ക് പോകുന്നവരും കുടുംബ കോടതിയിലേക്കോ അവർ സഭാ കോടതിയിലേക്ക് അതിനുശേഷം പോകുന്നവരുണ്ട്. 100 കേസാണെന്നാണ് വെട്ടിക്കലത്തോട് വന്നപ്പം പറഞ്ഞത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഈ പരീക്ഷണത്തിൽ വിജയം പ്രാപിക്കാത്തവരായിരിക്കും പിന്നെ സഭാ കോടതിയിലേക്കും മറ്റു കോടതിയിലേക്കും തല്ലിപ്പിരിച്ചിലൊക്കെ പോകുന്നത്. അന്നതില്ലായിരുന്നു. അതുകൊണ്ട് ഈ MBA-കാരൻ പറഞ്ഞ് എനിക്ക് കിട്ടിയത് അവനൊരു മംഗലാപുരം പെണ്ണിനെയാണ്. അവരുടെ കല്യാണത്തിന് ഞാൻ പോയി. അപ്പം ആ പെണ്ണിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ്, അത് മെലിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ബന്ധത്തിൽപ്പെട്ട ഒരു മംഗലാപുരം അച്ഛൻ കൽക്കട്ടയിൽ ഒരു മോൺസിഞ്ഞോറാണ് പ്രസംഗിച്ചത്. അപ്പോൾ ഈ മോൺസിഞ്ഞോർ പറഞ്ഞു ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട്, ഇവർ രണ്ടുപേരും ഇതുപോലെ ഇരിക്കുന്നു. ഈ പെണ്ണ് ഇതുപോലെ തന്നെ മെലിഞ്ഞിരിക്കുക, ചിലപ്പോൾ മണ്ണം വെച്ചേക്കും. ചെറുക്കൻ ഇതുപോലെ ഇരിക്കുക. വർഷങ്ങൾ കഴിയുമ്പോൾ നിരാമരകൾ വരാം, രണ്ടുപേർക്കും വരാം, രോഗങ്ങൾ വരാം. അപ്പൊ അവിടെയൊക്കെ പിടിച്ചു നിൽക്കണമെന്നുള്ളതാണ് ഈ മോൺസിഞ്ഞോർ പറഞ്ഞതിന്റെ ചുരുക്കം. എന്നും ഇതുപോലെ തന്നെ ആയിരിക്കുകയില്ല. മനുഷ്യന്റെ സുഖവും സൗഭാഗ്യങ്ങളൊക്കെ മാറി മറിഞ്ഞു വരുന്നതാണ്. ജീവിതത്തിന്റെ അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് മനുഷ്യന് കഴിയണം എന്നതാണ് മോൺസിഞ്ഞോർ പറഞ്ഞതിന്റെ ചുരുക്കമെന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി. ഇങ്ങനെ കുടുംബത്തില് അനുകൂല സാഹചര്യം പ്രതികൂല സാഹചര്യങ്ങളും മുള്ളുകളും പൂക്കളൊക്കെ ഉണ്ടാകും. ഒരാൾക്ക് ക്യാൻസർ വരുന്നു, പ്രതീക്ഷയൊക്കെ തകരുകയല്ലേ. അല്ലെ 19 വയസ്സോ 40 വയസ്സോടോ സ്ട്രോക്ക് വരുന്നു, നടക്കാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഉപേക്ഷിക്കാൻ പറ്റുമോ? ചിലർ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ ഒരു പ്രായമുള്ളൊരു സ്ത്രീ ഒരിക്കൽ എൻ്റെ അടുത്തൊന്ന് പറയുക, എൻ്റെ ഇളയ മകന് സ്ട്രോക്ക് വന്നു, 1 വർഷം തളർന്നു. അവന് ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്. അവളുടെ വീട്ടില് സാമാന്യം നല്ല നിലയാണ്. അതുകൊണ്ട് അവള് ഇവനെ ഇട്ടിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി. കാരണം സുഖം ആരോഗ്യമുണ്ടെങ്കിൽ എനിക്ക് അവനെ മതി. ഏറ്റു നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള, കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ കഴിയില്ലാത്ത ഭർത്താവിനെ എനിക്ക് വേണ്ട. വീട്ടിൽ സാമ്പത്തികം ഉണ്ട്, അതുപോലെ നീ പോരാൻ പറഞ്ഞു. അവള് പോയി. പിന്നെ ഒരിക്കല് ഞാനൊരു വീട്ടിൽ ചെന്നപ്പം ഞാൻ ചോദിച്ചു, എവിടെയാ കെട്ടിച്ചേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, അപ്പോഴേ എനിക്ക് പിടികിട്ടി ഈ കക്ഷിയാണ്. ഏതായാലും അങ്ങനെയല്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. വേറൊരു സ്ഥലത്ത് ഒരു മനുഷ്യൻ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു. അപ്പോൾ ഇയാളെ കുടുംബം വിട്ടിട്ട് പോയി. ഒരു മകനും മകളും ഉള്ളത്. വിട്ടു പോയി വേറൊരു കല്യാണം കഴിച്ചു. ഈ ക്യാൻസർ പിടിച്ച ഭാര്യയുടെ കൊള്ളാം. ഇതാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഗൾഫിലുണ്ടായിരുന്ന മകൻ വന്ന അമ്മയെ സംരക്ഷിച്ചു. അമ്മ മരിച്ചുപോയി. ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത്, ഒരു സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും, ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും ഉള്ളപ്പം മാത്രമല്ല, ജീവിതത്തിന്റെ ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒക്കെ അവസാനം വരെയും പിടിച്ചു നിൽക്കാനും അഭയമാകാനും സംരക്ഷണം കൊടുക്കാനുള്ള ഒരു ജീവിതമാണ്. അതാണ് യഥാർത്ഥ വിവാഹം എന്ന് പറയുന്നത്. കഷ്ടപ്പാടുകളില്ലാതെ ഒരു ജീവിതവും കൊണ്ടുപോകില്ല. ദൈവം നമ്മോട് കൂടെ എന്നുള്ള അനുഭവം. ഇത് ഹാൻഡ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ അതിന്റെ പേര് സമുദ്ര വേട്ടപ്പറ്റി എന്നാണ് മലയാളം പറഞ്ഞാൽ. ഫ്രാൻസിസ് തോംസൺ എന്നുള്ള മിസ്റ്റിക് കവി എഴുതിയത്. അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അകന്നു പോകാനായിട്ടുള്ള വൃഥാ ശ്രമിക്കുന്ന രംഗമാണ് അവിടെ പറയുന്നത്. ഇയാള് മലമുകളിൽ ചെന്ന് ഒളിക്കാനായിട്ട് നോക്കുക ദൈവ സന്നിധിയിൽ നിന്നും. താഴ്വാരങ്ങളിലേക്ക് പോവുകയാണ് ഒളിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഒരു മനുഷ്യനും മറന്നു നിൽക്കാനായിട്ട് ആവില്ല എന്നുള്ള യഥാർത്ഥ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒരിടത്തുനിന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും മാറി നിൽക്കാനായിട്ട് മനുഷ്യന് കഴിയില്ല. ഇവിടെ കവി പറയുന്നത്, നീ എന്റേതാണ്, എന്റേത് മാത്രമാണ്. നീ എന്റേതാണ്, എന്റേത് മാത്രമാണ്. വ്യക്തി ജീവിതത്തിൽ തളരുന്നു, കിതയ്ക്കുന്നു, ഓട്ടം നിർത്തുന്നു.
ദൈവത്തിൽ നിന്നും നമ്മൾ മനസ്സ് വെച്ചാലും പൂർണ്ണമായിട്ടും അകന്നു നിൽക്കാനായിട്ട് മനുഷ്യനാവില്ല. കാരണം അവനിൽ നാം ചരിക്കുകയും ജീവിക്കുകയും എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഹിം വി ലിവ്, അവനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻ ഹിം വി മൂവ്, നമ്മൾ ചലിക്കുന്നതും അവനിലാണ്. ഇൻ ഹിം വി ഹാവ് അവർ ബീയിങ്, നമ്മുടെ അസ്തിത്വം അവനിലാണ്. പിന്നെ എങ്ങനെയാ മാറി നിൽക്കാനായിട്ട് കഴിയുക? ശിശുവിന് യേശു എന്ന് പേര് നൽകി. യഹോശുവ, യാഹ്വേ രക്ഷിക്കുന്നു, അതാണ് വാക്കിന്റെ അർത്ഥം. യഹോശുവ, അത് ലോപിച്ചാണ് യോശുവ ആയത്. യോശുവയുടെ അർത്ഥമാണ് വാക്കാണ് യേശു രക്ഷകൻ. ഇപ്പോൾ ഇന്ന് സവിശേഷമായിട്ട് നമ്മൾ യോസഫ് പിതാവിനെ പറ്റി കൂടി ചിന്തിക്കുന്നുണ്ട്. യോസഫ് പിതാവ് ദൈവത്തിന് തിരുമനസ്സിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ച വ്യക്തിയാണ്. ഇപ്പോൾ കുടുംബജീവിതം കഴിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. രണ്ടുപേരും ഒന്നുപോലെ മരിക്കില്ല, ചിലർ ഒന്നും മരിക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ചൊരു വിദ്യാർത്ഥി പുള്ളി അച്ഛനായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ കടുത്തിരുത്തില്ല. ഈ അച്ഛൻ്റെ അമ്മ മരിച്ചെന്ന് കേട്ടു. ഞാൻ ആ പള്ളിയിൽ ഇറങ്ങിയ സംസ്കാരത്തിൽ പള്ളിയിൽ കൂടിയിട്ട് പോരാ, തിരിച്ചു മദാറിലേക്ക് പോരേണ്ട ദിവസമാണ്. അതിനു വേണ്ടി അവനൊന്ന് കരുത്തിരുത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ കേട്ടു അപ്പനും മരിച്ചു. അമ്മയുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്, അപ്പനും മരിച്ചു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവർ തമ്മിൽ ഭയങ്കര ലോകിയായിരുന്നു. ഇപ്പോൾ പിരിഞ്ഞിരിക്കാൻ മേലാത്ത അത്രമാത്രം ലോകിയായിരുന്നില്ല. അല്ലെ എങ്ങനെയാ ഈ അമ്മ മരിച്ചെന്ന് കേട്ടിട്ട് ശവസംസ്കാരത്തിന് കൊണ്ടുപോകുന്ന സമയമൊക്കെ ആയപ്പോഴത് അപ്പനും മരിച്ച് 2 പെട്ടിയിൽ ഇവരുടെ ശരീരം കൊണ്ട് പള്ളിയിൽ വെച്ച്. ഒരുപാടൊരു സിസ്റ്ററുണ്ട് റോമിലാണ്, അത് വരാൻ വേണ്ടിയിട്ട് സുത്തേരി പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഞാനിങ്ങോട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോവുകയും ചെയ്തു. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇവർ തമ്മിൽ പൊടിഞ്ഞ സ്നേഹമായിരുന്നു. അപ്പോൾ അത്രയും പൊടിഞ്ഞ സ്നേഹമാണ്. ഇവർ ഒന്നിച്ച് മരിക്കൊന്നും വേണ്ട. എങ്കിലും ആ സ്നേഹത്തിൽ നിലനിൽക്കുക ഇതൊക്കെ ഒരു വലിയൊരു മാതൃകയാണ് ജീവിതത്തിൽ ഇണയും തുണയുമായിട്ട്. കാരണം ഈ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ആരാ അവസാനം വരെ ഉള്ളത്? മക്കൾ ലണ്ടനിലേക്ക് പോകും, അമേരിക്കയ്ക്ക് പോകും, പിന്നെ വടക്കേ ഇന്ത്യയിലായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്. പിന്നെ അവസാനം വരെയും നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ആ ഭാര്യയും ഭർത്താവുമാണ്, ഇണയിൽ തുണയായിട്ടുള്ളത്. അപ്പോൾ അത് തമ്മിൽ ചെറിയ സൗന്ദര്യപ്പിണക്കൊക്കെ കുഴപ്പമില്ല. എന്നാൽ വഴക്കടിച്ച് ജീവിതം തകർക്കാതെ നന്മയായിട്ടും തുണയായിട്ടും അവസാനം വരെ നിൽക്കേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് സ്നേഹത്തിന്റെ ഭാവം ഒരിക്കലും കെട്ടുപോകരുത്. അത് ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടായിരിക്കണം. ഒന്നിച്ച് മരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലായിരിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും Vamos a ganar pasando esto.